മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച ദുഃഖങ്ങൾ കാണാൻ ചിലപ്പോഴെങ്കിലും ആർക്കും കഴിഞ്ഞെന്നു വരില്ല. ആ ഒരു സമയം നിങ്ങൾ തളർന്നു പോകാതിരിക്കുക. മറ്റാരേക്കാളും മഹാദേവൻ നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ വേദനകളെ അറിയുന്നുണ്ട്. മഹാദേവനിൽ നിങ്ങൾ അഭയം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും തളർന്നു പോകില്ല. ആരൊക്കെ നിങ്ങളെ വിട്ടുപോയാലും നിങ്ങൾ തനിച്ചാവില്ല. നിങ്ങൾക്ക് തുണയായി ആ മഹാദേവൻ കൂടെ തന്നെ ഉണ്ടാകും. ഭക്തരെ, അറിഞ്ഞും അറിയാതെയും തെറ്റു സംഭവിക്കാം. എന്നാൽ പറ്റിപ്പോയ തെറ്റ് സ്വയം തിരുത്താനുള്ള മനസ്സാണ് വേണ്ടത്. അല്ലാതെ സ്വയം ന്യായീകരിക്കുന്നവർ പിന്നെയും തെറ്റുകൾ മാത്രമേ ചെയ്യൂ. സ്നേഹമായാലും പ്രണയമായാലും പണമായാലും സമ്പത്തായാലും ശരിയായ മാർഗത്തിലൂടെ അല്ല നേടുന്നതെങ്കിൽ ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഒന്നുമധികം കൊണ്ടുപോകാൻ കഴിയില്ല. ഭക്തരെ, ആരും പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതണ്ട. ക്ഷമയോളം വലിയൊരു വിശ്വാസവും മൗനത്തെക്കാട്ടും വലിയൊരായുധവുമില്ല. അലിവുള്ള ഹൃദയത്തിലെ നിറയുന്ന കണ്ണുകളുണ്ടാകൂ. മനസ്സറിഞ്ഞു സ്നേഹിച്ചവർക്കേ വേദനയുടെ ആഴമറിയൂ. ഭക്തരെ, കുടുംബത്തിനു വേണ്ടി ജീവിക്കണം. എന്നാൽ കുടുംബത്തിനു വേണ്ടി മാത്രമായി ജീവിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്നു തന്നെ പറയുക. നിങ്ങൾ തളരുമ്പോൾ തന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ ചേർത്ത് നിർത്തുന്നത്. ഭക്തരെ, തനിക്ക് വേദനിക്കുന്നത് പോലെ എല്ലാവർക്കും വേദനിക്കും എന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായാൽ ആരെയും സങ്കടപ്പെടുത്താനും ദ്രോഹിക്കാനും ഒരാൾക്കും തോന്നില്ല. കൂടെ കൂട്ടാൻ മനസ്സില്ലാത്തവരുടെ കൂട്ട് കൊതിക്കരുത്. അത് കൂട്ടുകാരായാലും കുടുംബക്കാരായാലും. കൂടെയുണ്ടെന്ന വാക്കിലല്ല, കൂടെയുണ്ടെന്ന പ്രവൃത്തിയിലും വിശ്വാസത്തിലുമാണ് ഏതൊരാൾക്കും മറ്റൊരാൾ പ്രിയപ്പെട്ടവരാകുന്നത്. ഭക്തരെ, ഇന്ന് പലരും സ്നേഹവും ബഹുമാനവും നൽകുന്നത് സമ്പത്ത് നോക്കിയാണ്, അല്ലാതെ ബന്ധങ്ങൾ നോക്കിയല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ബന്ധങ്ങളിലെ ദരിദ്രരെയും അവർ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും തയ്യാറാകുമായിരുന്നു. ഭക്തരെ, അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല, മറിച്ച് നിങ്ങളുടെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നിങ്ങൾ ശരിക്കും അറിവുള്ളവരായിത്തീരുന്നത്. ആത്മാഭിമാനം ജീവിതത്തിൻ്റെ വിളക്കാണ്. അത് അണയാതെ നോക്കുക. ഭക്തരെ, അമിതമായ ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. സ്നേഹം കൊണ്ട് തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. പരിഹാസത്തോടെ തരുന്നത് അഭിമാനത്തോടെ നിരസിക്കുക. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കുവാൻ പറ്റുമെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹബന്ധം. ഭക്തരെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണ് എന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.